മാനസ. അതെ മാഡം. മാനസയോട് ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം തരണം. ഓക്കെ? ഓക്കെ മാഡം. മാനസ ഈ നാട്ടിലേക്ക് വരുന്നത് വരെ അച്ഛനും അമ്മയായിട്ട് ഒരിക്കലെങ്കിലും പിണങ്ങിയിട്ടുണ്ടോ? എന്താ ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലെന്നുണ്ടോ? അതെ മാഡം. മാനസ ജനിച്ച നാള് മുതൽ ഇത്രയും വർഷം, അത് നാട്ടിലാണെങ്കിലും വിദേശത്തായാലും, അച്ഛനോടും അമ്മയോടും പിണങ്ങി മാറി നിന്നിട്ടുണ്ടോ? ഇല്ല മാഡം. പിന്നെന്താ ഇപ്പൊ ഒരു മാറ്റം? അത് ഞാനൊരു ചെറുപ്പക്കാരനുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അച്ഛനും അമ്മയ്ക്കും അത് ഇഷ്ടമല്ല. അങ്ങനെയാ ഞാൻ ആന്റിയോടൊപ്പം കൂടിയത്. അത് മാത്രമാണോ സത്യം? മാനസ ഇപ്പൊ ഗർഭിണിയല്ലേ? എന്താ ശരിയല്ലേ? അതെ മാഡം. മാനസെ, ഞാൻ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം തരണം. ശരി മാഡം. അറിയാലോ, ഇന്നത്തെ കാലം വളരെ മോശമാണ്. വാഗ്ദാനം തരാനും പുകഴ്ത്താനും പ്രലോഭിപ്പിക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും. പക്ഷെ ഒന്ന് വീണു പോയാൽ തിരിഞ്ഞു നോക്കാൻ പോലും ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം തരണം. ഓക്കെ? ഓക്കെ മാഡം. മാനസ കൃത്രിമ ഗർഭധാരണത്തിലൂടെയാണോ ഗർഭിണിയായത്? ഒരിക്കലും അല്ല മാഡം. ഞാൻ പറഞ്ഞില്ലേ മാഡം, എനിക്ക് ഒരാളെ ഇഷ്ടമാണ്. ഞങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ വയറ്റിലുള്ളത് അദ്ദേഹത്തിന്റെ കുഞ്ഞാ. അച്ഛൻ വെറുതെ തെറ്റിദ്ധരിച്ച പരാതി തന്നിരിക്കുന്നത്. ഈ കേസിന് ശരിയായൊരു തീർപ്പുണ്ടാവണല്ലോ മാനസ. അപ്പൊ എനിക്ക് ചോദ്യങ്ങൾ ചോദിച്ചല്ലേ പറ്റൂ. എനിക്ക് ഒരു ചോദ്യം കൂടി മാനസയോട് ചോദിക്കാനുണ്ട്. മാനസയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനാരാ? മാനസയുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ സമൂഹത്തിൽ കുറച്ച് നിലയും വിലയുള്ള ഇത്രയും പേരെ ഈ കേസിൽ മാനസയുടെ അച്ഛനമ്മമാർ ഉൾപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് മാനസ ഈ കാര്യത്തിൽ സത്യം പറഞ്ഞേ പറ്റൂ. പേടിക്കണ്ട, ആ വ്യക്തിയെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. മനസ, മനസ, ആർ യു ഓക്കേ? എന്താ? അയ്യോ, സ്വപ്ന, സ്വപ്ന.